അപ്പോൾ കുട്ടജാദ്രിയിലേക്കുള്ള നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ മൂകാംബിക അമ്പലത്തിൽ നിന്ന് നമ്മൾ നേരെ 7 പേരുടെ ജീപ്പ് എടുത്തോട്ടോ. ഒരാൾക്ക് 350-400 രൂപയാണ് ചാർജ് വരുന്നത്. അതിന് 80 രൂപ അവിടുത്തെ ചാർജ് അടക്കമുള്ള ചാർജാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിന്ന് ആദ്യമൊക്കെ കുറച്ച് ദൂരം ഇങ്ങനെ ടാർട്ട് റോഡായിരിക്കും, അത് കഴിഞ്ഞാലാണ് ഓഫ് റോഡ് വരാമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. 7 പേർക്ക് 400 രൂപ വെച്ചിട്ട്. നമ്മൾ കൂടുതലാണെന്നൊക്കെ വിചാരിക്കും, പക്ഷേ അത് കൂടുതലല്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത്. നമുക്ക് നേരിട്ട് പോയി നോക്കാം. കുടജാതി എത്തുന്നതിന് ഒരു 8 കിലോമീറ്റർ മുൻപ് ഒരു ബ്രേക്ക്. കാരണം ഇവിടെ നമുക്ക് കടകളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ചായ കുടിക്കാനുള്ളൊരു ബ്രേക്കാണ്. ഇത് കഴിഞ്ഞ് 8 കിലോമീറ്റർ നേരെ പോയി കഴിഞ്ഞാൽ കുടജാതിയിലെത്തും. നിട്ടൂര അങ്ങനെ നല്ല സ്ഥലത്തിൻ്റെ പേര്, നിട്ടൂര. ഇവിടെ ഇതാണ് മക്കളെ കുടജാദ്രിയുടെ മുകൾ ഭാഗം. എൻ്റെ പൊന്നെ, 45 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. പരിപ്പിളകി എന്ന് പറഞ്ഞാൽ മതി. ഒരു ജീപ്പിൽ 8 പേര്. ഈ ജീപ്പിലാണ് നമ്മൾ വന്നത്. നമ്മൾ 3 പേരും വേറൊരാൾക്കാർ 5 പേരും. ഇവരെല്ലാം വന്നേ വണ്ടിയൊക്കെ പണിയെ കിടക്കുന്നുണ്ടോ. പക്ഷേ എൻ്റെ പൊന്നോ, ഒരു 20-25 കിലോമീറ്റർ നല്ല റോഡായിരുന്നു. കഴിഞ്ഞിട്ട് ഒന്നും പറയണ്ട. എന്നാലും നമുക്ക് ബാക്കി കൂടി കയറി നോക്കാം. വണ്ടി പോകുന്നത് വരെ നമ്മളിപ്പോൾ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു 3 കിലോമീറ്റർ നമ്മൾ നടക്കണം. അതാണ് ശരിക്കും കുടജാദ്രിയുടെ ട്രക്കിംഗ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന മലനിരകളാണ് കേട്ടോ. ഇപ്പോഴത്തെ സമയത്ത് താഴെ തന്നെ കുറേ ജീപ്പുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ തന്നെ ഇപ്പോൾ കുറേ പേര് ഓൾറെഡി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൽ ഒരു 8-9 ജീപ്പുകളുണ്ട്. ഈ 4x4 മഹീന്ദ്രയുടെ ജീപ്പ് മാത്രമേ ഇവിടെ കയറുള്ളൂ. അപ്പോൾ ഇതുവരെ നമ്മൾ വന്നപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അമ്മാതിരി കുണ്ടും കുഴിയും പോലത്തെ ഒരു ഓഫ് റോഡായിരുന്നു. അതുകൊണ്ടായിരുന്നു. നമുക്ക് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇനി മോളിൽ കയറാം. ഇതിവിടെയുള്ള അമ്പലം, കുടജാദ്രി അമ്പലം. ഇവിടെ 1.5 കിലോമീറ്റർ നമ്മൾ നേരെ നടക്കണം. എന്താണ് ശങ്കരാചാര്യരുടെ സ്ഥലം കാണാൻ എന്നാണ് ആൾ പറഞ്ഞത്. 5 കിലോമീറ്റർ നമുക്ക് തിരിച്ചിറങ്ങണം. എന്താണ് 1.5 കിലോമീറ്റർ പോകണം. 1.5 കിലോമീറ്റർ. ഇപ്പോൾ നമ്മൾ 50 മീറ്റർ കടന്നു. നമ്മളിവിടെ വന്ന ആൾക്കാർ പോകുന്നു. ഇതങ്ങനെ വെറുതെ കയറാൻ പറ്റുന്ന സ്ഥലമല്ല കേട്ടോ ഗുയിസ്. ഞാൻ എൻ്റെ പാവം പിടിച്ച അമ്മേനെയും കൊണ്ടുവരാനിരുന്നതാ. ഭാഗ്യം കൊണ്ടുവരാത്തത്. 2 കിലോമീറ്റർ ആയിട്ട് നമ്മളിപ്പോൾ 100 മീറ്റർ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും നാക്ക് തള്ളി വായിന്ന് പതയൊക്കെ വരാൻ തുടങ്ങി. എങ്ങനെ ഇനി എത്തുന്നറിയില്ല. ഇതിനിടയിൽ ഒരു ചേച്ചി കുറേ ദൂരം പോകണമെന്ന് ചോദിച്ചപ്പോൾ കുറേ ദൂരം പോകണത്ര. ബ്ലഡി ഫുൾ ചേച്ചി. ഏകദേശം പകുതി ദൂരം നമ്മൾ കുടജാദ്രിയുടെ മല കയറി കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലം കാണാൻ പറ്റുക. നല്ല സൂയിസൈഡൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലെ വൃത്തിയാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൊക്ക. നല്ല ഇനിയും പക്ഷേ ഒരു 1 കിലോമീറ്റർ കൂടി കയറാനുണ്ട്. ഓക്കെ, നമ്മളൊരു 450 മീറ്റർ കവർ ചെയ്തു ഗോയ്സ്. പല നിഗൂഢ വഴികൾ. വീണ്ടും ഒരു വഴി. ഇത് നമ്മുടെ കൂടെ വന്ന 2 ആൾക്കാരാണ്. എന്തായാലേ വഴി നോക്കിയേ. സോഡ കുടിച്ചതിൻ്റെ ഏമ്പക്കം വേണം ഗൈസ്. ഇനി ഒരു 3/4 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു 1/2 കിലോമീറ്റർ കൂടി. നല്ല റോഡില്ലേ ഗൈസ്. ഇത് കാണുമ്പോൾ എനിക്ക് കേരളത്തിൽ ഏതൊക്കെയോ റോഡുകൾ ഓർമ്മ വരുന്നു. ഇതാണ് കുടജാദ്രിയുടെ മണ്ട. അല്ലടാ, 1.5 കിലോമീറ്ററായി. ഓരോ പ്രാവശ്യം കയറി വരുമ്പോഴും വീണ്ടും ഓരോ സാധനങ്ങൾ കാണുന്നു. ഇതൊന്നും അല്ല അത്രേ.
ശ്രീനാരായണ ഗുരുവിനെ കാണുന്ന പറയുന്നത്. സോറി, ശങ്കരാചാര്യർ. സ്ക്രീനിൽ കാണുമ്പോൾ എത്രത്തോളം എഫക്റ്റ് ഉണ്ടെന്ന് അറിയില്ല, പക്ഷേ ഇവിടെ ഭയങ്കര കൊക്കയാണ്, അഗാധമായ ഗർത്തം. ഓക്കെ, കയറ്റം അവസാനിക്കുന്നില്ല, നമുക്ക് വീണ്ടും കയറാം. ഇതിൽ കാണുന്നതാണ് നമ്മൾ കാത്തിരുന്ന ശങ്കരാചാര്യരുടെ മല, സർവജ്ഞപീഠം. അതോ സർവജ്ഞാന കോശമോ? സർവജ്ഞപീഠം അല്ലേ? കൊള്ളാം. അതിവിടെ നിന്ന് കാണുന്നവർ എടുക്കണമെങ്കിൽ അവിടെ നിന്ന് എടുക്കണമെന്നല്ലേ? അല്ലെന്നാ ഇന്നെടുക്കാം. അങ്ങനെ സർവജ്ഞാന പീഠത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സർവജ്ഞപീഠം 2 കിലോമീറ്റർ നമ്മൾ നടന്നു. ഇപ്പോൾ സമയം 4:30 മണി. നമുക്ക് 5:15 മണിക്ക് നമുക്ക് തിരിച്ചെത്തണം. ഇതെല്ലാം നമ്മൾ കയറി വന്ന സ്ഥലങ്ങളാണ് ഗൈസ്. ആയിരിക്കും. ഇവിടെ വന്നപ്പോൾ 4-5 പേര് വിശ്രമിക്കുന്നു. അവർക്ക് വീട്ടിൽ ഇപ്പോൾ കൂടെ. ഇതാണ് ഇവിടെ ഏറ്റവും മുകളിലുള്ള സാധനം. അത്രേ ഉള്ളൂ, സർവജ്ഞപീഠം. ഇതാണ് കുടജാദ്രി. നമ്മൾ ഈ പറയുന്ന പോലെ വലിയ സംഭവമൊന്നുമില്ല. കുറേ നടക്കണു, കുറേ ജീപ്പിൽ വരുന്നു, മുകളിൽ അമ്പലം കാണുന്നു. പരിപാടി ക്ലോസ്ഡ്. ഇനി എൻ്റെ ജന്മത്തിൽ ഞാൻ ഇനി കുടജാദ്രിക്ക് വരില്ല. എൻ്റെ അപ്പോൾ കുടജാദ്രി, ദിസ് ഈസ് കുടജാദ്രി. ഓക്കെ, നമ്മളിപ്പോൾ കുടജാദ്രിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. ശങ്കരാചാര്യരുടെ സ്ഥലം കണ്ടു. ഒരു 2 കിലോമീറ്ററോളം കയറി ഇറങ്ങി, കുറേ ഫോട്ടോസ് എടുത്തു. ഇതാണ് കുടജാദ്രി. ഇത്രയും കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന മറ്റേ മൂകാംബികയിൽ പോയ കുടജാദ്രിക്ക് പോകണമെന്ന് പറയുന്നതാണ്. അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു സത്യം പറഞ്ഞാൽ കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞാൽ വയസ്സായവർക്കൊന്നും അങ്ങനെ വരാനായിട്ട് പറ്റില്ല. ഒന്നാമത് ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്ററോളം ഈ ഒരു ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓഫ് റോഡ്. പിന്നെ ഈ 2 കിലോമീറ്ററോളം കയറ്റം ഒന്നും അത് പോസിബിളല്ല. അപ്പോൾ വരാൻ ഉദ്ദേശിക്കുന്നവർ അവരുടെ നല്ല പ്രായത്തിൽ തന്നെ വരിക, അത്രേ പറയാനുള്ളൂ. പ്രഗ്നൻ്റ് ആയവർ, ചെറിയ കുട്ടികൾ, അവർക്കൊന്നും വരാനായിട്ട് സാധിക്കില്ല. എന്തായാലും വന്നതിൽ നല്ലൊരു അനുഭവമായിരുന്നു, അടിപൊളി. ഓക്കെ, നിതിനസ് ബാബു സൈനിങ് ഓഫ്.